5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ ശിവൻകുട്ടി സാർ ആള് മാസാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അദ്ദേഹം നിശബ്ദമായി ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. 8ാം ക്ലാസ് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിലും എത്തുന്ന കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്നുള്ളത് വലിയൊരു വ്യാപകമായ വിമർശനമാണ്. അതിൽ ശരി തെറ്റുകളുണ്ട്, പക്ഷേ എന്നാലും വലിയ വിമർശനമുണ്ട്. ഈ ഇടയ്ക്ക് കളക്ടർക്ക് ഒരാൾ മഴയെക്കുറിച്ചുള്ള മഴ ദിവസം അവധി വേണമെന്ന് പറഞ്ഞൊരു കുട്ടി എഴുതിയത് തന്നെ ഒരു 4 സെൻറ്റൻസിൽ 40 തെറ്റ്. അവസാനം കളക്ടർ മറുപടി ഇട്ടിടാ മോനെ മഴയൊന്നും നോക്കേണ്ട, സ്കൂളിൽ പോയി മലയാളം പഠിയിടാന്ന് പറഞ്ഞു, എഴുതാൻ വായിക്കാനും. അപ്പം അങ്ങനെ ചില ആക്ഷേപങ്ങളുണ്ട്. പക്ഷേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ ശിവൻകുട്ടി സാർ ശ്രമിച്ചിരുന്നു. മന്ത്രി എന്നുള്ള നിലയിൽ ശ്രമിച്ചു. സീരിയസ് ആയിട്ട് അതിനൊരു മാറ്റം കൊണ്ടുവരാനൊക്കെ ഓരോ റെമഡിയൽ ക്ലാസ്സുകൾ വയ്ക്കുക, പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് ഉണ്ടെങ്കിലേ ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതി കൊണ്ടുവരിക. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും അതുപോലെ ഇവിടുത്തെ ഒരുപാട് ദളിത് സംഘടനകളെയൊക്കെ വലിയ ആക്ഷേപം കേട്ടിട്ടും അതിൽ ഉറച്ചു നിന്നു. അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ അദ്ദേഹം നമ്മുടെ പഴയിടം മോഹനൻ നമ്പൂതിരിയെ പിടിച്ചുകൊണ്ടുള്ള ഒരു കലോത്സവത്തിന് വന്നൊരു വിവാദമുണ്ടായിരുന്നു. ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡോക്ടർ അരുൺ റിപ്പോർട്ടിലെ അന്നത്തെ 24-ലായിരുന്നു. ഇപ്പോൾ റിപ്പോർട്ടിലെ ഡോക്ടർ അരുൺ ചില വിവാദങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ വലിയ വിവാദമായി. അപ്പം യുവജനോത്സവത്തിന് തീർച്ചയായിട്ടും നോൺ വെജ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് വീണ്ടും വെജിറ്റേറിയൻ തന്നെ ആക്കി, കാര്യം അതാണ് സൗകര്യം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രായോഗികമായ താത്വികമായ നല്ല തീരുമാനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് വെജിറ്റബിൾ ബിരിയാണിയും വെജിറ്റബിൾ ഫ്രൈഡ് റൈസും സലാഡും ഒക്കെ കൊടുക്കുമെന്ന്. വളരെ നല്ല തീരുമാനം. അപ്പോൾ എനിക്ക് തോന്നുന്നു ശിവൻകുട്ടി സാറേ, എനിക്ക് കൂടി ഇപ്പോൾ ഒരു ചെറിയ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കാൻ പറ്റും. പഠിപ്പിക്കാൻ ഇപ്പോൾ കിട്ടൂല, ജോലി കിട്ടേണ്ട PSC ജോലി കിട്ടേണ്ട സമയം കഴിഞ്ഞ്. പഠിക്കാൻ പറ്റുമോ? പോയിരുന്നു 1ാം ക്ലാസ്സിൽ ഒന്നുകൂടെ പഠിക്കാൻ പറ്റുമോ? എന്തൊരു ആവേശം. ഞങ്ങൾ പഠിക്കുമ്പോൾ മഞ്ഞമാവും, അത് അമേരിക്കയുടെ അഴുക്ക ഈ പുഴുവുള്ള മഞ്ഞമാവാണ് കിട്ടുന്നത്. അത് റവ പോലെ കിണ്ടിത്തരികയും ചെയ്യും, കാച്ചി കുറുക്കുകയും തരും. അപ്പോൾ തരുന്നതിൽ ഒരുപാട് പുഴുക്കൾ പോലുള്ള വസ്തുക്കൾ, ചെറിയ വസ്തുക്കൾക്കാണ്. ഞങ്ങൾ അതെടുത്ത് കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അമേരിക്കയിൽ കുതിരയ്ക്ക് കൊടുക്കുന്ന സാധനമാണ്. നമ്മൾ ദാരിദ്ര്യമൊക്കെ ആയതുകൊണ്ട് സ്കൂളിലേക്ക് അതാണ് തരുന്നത്, മഞ്ഞപ്പൊടി. ഈ മഞ്ഞപ്പൊടി കുറുക്കിയും ഞങ്ങൾക്ക് തരാറുണ്ട്. വലുതായിട്ട് കുറുക്കി ഞങ്ങൾ പാത്രം കൊണ്ടുപോകണം വീട്ടിൽ നിന്ന്, അതിൽ തരാറുണ്ട്. പിന്നെ മഞ്ഞമാവും ഈ റവ പോലെ കിണ്ടിയും തരാം. രണ്ടിലും പുഴുക്കൾ കാണും. ഒരു 10-15 പുഴുവെങ്കിലും എടുത്ത് കളഞ്ഞിട്ട് ഓരോ കുട്ടിക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ സാറന്മാർ പറയും എടുത്ത് കളഞ്ഞിട്ട് കഴിക്കടാന്ന് പറയും. അപ്പോൾ ഞങ്ങൾ കഴിക്കും. അത് മാറി ഇപ്പോൾ കുട്ടികൾക്ക് പിന്നെ മുട്ട കൊടുക്കുന്നു, വെജിറ്റബിൾസ് കൊടുക്കുന്നു. ഇപ്പോൾ വെജിറ്റബിൾ ബിരിയാണിയും ഫ്രൈഡ് റൈസും. എന്തൊരു തീരുമാനമാണ്, കൊതിയാവുന്നു. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. ഷുഗർ, BP, കൊളസ്ട്രോൾ തുടങ്ങിയുള്ള ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ച് ഷുഗർ ഒരു വലിയ പ്രശ്നമാണ് എല്ലാവർക്കും. അങ്ങേക്ക് ഷുഗർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാവർക്കും ഷുഗർ ഒരു വലിയ പ്രശ്നമാണ്, പഞ്ചസാരയുടെ അളവ് ശരീരത്തിൽ. അപ്പോൾ ഇതിനൊക്കെ പറയുന്നൊരു ആഹാര രീതിയുണ്ട്. ഇലക്കറികൾ കൂടുതൽ കഴിക്കുക, മിനറൽസ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇതിൻ്റെ ഒരു കോമ്പിനേഷനുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് നമുക്ക് സ്കൂളുകളിൽ പരീക്ഷിച്ചുകൂടാ? ഇപ്പോൾ സ്കൂളുകൾക്ക് ആവശ്യമുള്ള ഇലക്കറികൾ പരമാവധി, പ്രത്യേകിച്ച് മുരിങ്ങ, അതുപോലെ തന്നെ എന്താ പറയുക തുടങ്ങിയിട്ടുള്ള ഇലക്കറികളുണ്ടല്ലോ, ചീര, മുരിങ്ങ തുടങ്ങിയ ഇലക്കറികൾ, പിന്നെ വെണ്ടയ്ക്ക, ഇങ്ങനെ കുട്ടികളുടെ ആരോഗ്യത്തിന് പറ്റിയിട്ടുള്ള കുറേ പച്ചക്കറികൾ കിട്ടും. അപ്പോൾ കൃഷി വകുപ്പുമായിട്ട് ചേർന്ന് അതാത് സ്കൂളിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി പരമാവധി അതാത് സ്കൂളിൽ ഉണ്ടാക്കണം. മൊത്തം അവിടെ നിന്ന് വേണ്ടെന്ന് പറയട്ടെ, അടുത്ത സ്കൂളിൽ നിന്ന് കൊടുക്കാം. അത് ചില സ്കൂളിൽ സ്ഥലം കാണില്ല, സൗകര്യം കാണില്ല. പരമാവധി സ്കൂളുകളിൽ നിന്ന് പച്ചക്കറി ആ കുട്ടികൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു, കുട്ടികൾക്ക് അത് ഭക്ഷിക്കാൻ കിട്ടുന്നു. എന്തൊരു സ്വാശ്രയത്വമായിരിക്കും. അങ്ങനെ 4 ഭാഗമായിട്ട് 5 ഭാഗമായിട്ട് ഫാറ്റിന് ആവശ്യമായ വസ്തുക്കൾ, മിനറൽസിന് ആവശ്യമായ വസ്തുക്കൾ, അതുപോലെ തന്നെ പ്രോട്ടീൻ ആവശ്യമായ വസ്തുക്കൾ, വൈറ്റമിൻ ആവശ്യമുള്ള വസ്തുക്കൾ, ഇങ്ങനെ 3-4 ഘടകങ്ങളായിട്ട് തിരിച്ച് മുട്ടയും പാലും ഒക്കെ ഉള്ളൊരു കോമ്പിനേഷനോടുകൂടി കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് പകുതി മുട്ട കൊടുക്കണം. ഒരു മുട്ട കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, വേണമെങ്കിൽ 2 നേരമായിട്ട് പകുതി മുട്ട വീതം കൊടുത്തുള്ളൂ. പക്ഷേ പകുതി മുട്ട കൊടുക്കണം. പകുതി മുട്ട കൊടുക്കുന്നതിനൊരു ഒരു തത്വമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ഈ പകുതി കഴിച്ച് പഠിക്കണം. 2 കാരണങ്ങളാണ്. ഒന്ന്, പകുതി മുട്ട ആർക്ക് കൊടുത്തില്ല, അത് അപ്പുറത്തെ കൂട്ടുകാരന് കൊടുത്തു എന്നുള്ളൊരു പങ്കുവയ്ക്കലിൻ്റെ ഒരു സന്ദേശം നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് കഴിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ വീട്ടിൽ ചെന്നാലും ഇതൊക്കെ പങ്കുവെച്ച് കഴിക്കാനുള്ളൊരു ആവേശം, പച്ചക്കറി ഒരുപാട് ചേർക്കുക. ഞാനീ പറഞ്ഞ പോലെ ഒരു ഫുഡ് പ്ലേറ്റ് നമുക്ക് എന്തുകൊണ്ട് സ്കൂളുകളിൽ നടപ്പിലാക്കിക്കൂടാ? അവർക്കാവശ്യമായ പച്ചക്കറിയും ഇലക്കറിയും എല്ലാം ചേരുന്ന മിനറൽസ്, നമ്മുടെ പ്രോട്ടീൻ, അതുപോലെ ഫാറ്റ്, പിന്നെ വൈറ്റമിൻ അടങ്ങുന്ന വസ്തുക്കളുള്ള നല്ലൊരു ഫുഡ് പാക്കറ്റ് എന്നുള്ള നിലയിൽ ഒരു ഫുഡ് പാക്കേജ് അങ്ങ് നടപ്പിലാക്കണം. എന്തായാലും ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ബിരിയാണിയിൽ തുടങ്ങി, അത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, അത് വീണ്ടും ചിക്കനിലേക്കും ബീഫ് ബിരിയാണിയിലേക്ക് പോകരുത്. പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ ബിരിയാണി എന്ന വാക്കുള്ളതുകൊണ്ട് എനിക്ക് പേടി. ഇതെല്ലാം കൂടെ അങ്ങോട്ട് പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ കുട്ടികൾ ഇത് വേണ്ട, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി മതി എന്നൊക്കെ പറഞ്ഞ് നോൺ വെജിലേക്ക് പോകരുത്. അത് വേറെ ഒന്നുകൊണ്ടല്ല, കുട്ടികളുടെ പ്രായത്തിൽ അവർക്ക് കൂടുതൽ ഇലക്കറികളും
അതുപോലെ പ്രോട്ടീനൊക്കെ ധാരാളം കിട്ടുന്ന വസ്തുക്കൾ വല്ലപ്പോഴും ഒരിക്കൽ ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ ബീഫ് വേണമെന്നില്ല, അല്ലെങ്കിൽ മട്ടനോ ഒക്കെ കൊടുക്കുന്നത് സന്തോഷമുണ്ട്. പക്ഷേ എങ്കിൽ പോലും വെജിറ്റേറിയൻ ഫുഡ് ഈ പറഞ്ഞ പോലെ കൊടുക്കാൻ തീരുമാനിച്ചത് നല്ല തീരുമാനമാണ്. ഞാൻ ഈ പറഞ്ഞ ഫുഡ് പ്ലേറ്റ് കൂടി സ്കൂളുകളിൽ അഡോപ്റ്റ് ചെയ്താൽ മനോഹരമായിരിക്കും. അതിനാവശ്യമായ ഇലക്കറികളും പച്ചക്കറികളും സ്കൂളിൽ തന്നെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്രോസസ്സ് കൂടി കൃഷി വകുപ്പുമായിട്ട് ആലോചിച്ചാൽ തൊഴിലുറപ്പുകാരെയും കൂടി ബന്ധിപ്പിക്കണം. കാരണം അവർക്ക് സ്കൂളുകളിൽ കുറച്ച് ജോലി ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ തൊഴിലുറപ്പുകാർ, കൃഷി വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ഇത് വളരെ മനോഹരമായിട്ട് ഹരിത കേരള മിഷനൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൗരവമായി വിദ്യാഭ്യാസ വകുപ്പ് ഇത് ആലോചിക്കുക. തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ല ഭക്ഷണം കിട്ടട്ടെ. ഒരിക്കൽ കൂടി സ്കൂളിൽ പോകാൻ ആഗ്രഹം, കൊതിയാവുന്നു. എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ ഒന്ന് പറയണേ മന്ത്രി.